കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനെ കൃഷ്ണ പാഹി മാം പാഹി. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ദശകം നോക്കാം. ഭാഗവതത്തിൽ എന്ന പോലെ തന്നെ ഭക്തന്മാരുടെ ഈ നിരന്തരമായ ധ്യാന പരിശീലനത്തിനായിട്ട് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഭട്ടതിരിപ്പാട് ഭഗവത് സ്വരൂപ വർണ്ണനം വളരെ മധുരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ശ്രീമദ് നാരായണീയത്തിനുള്ള പ്രത്യേകത തന്നെ അതുതന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ ദശകം നോക്കാം. ദശകം 2, ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. ഇത് വൃത്തം ശാർദൂല വിക്രീഡിതമാണ്. അതിൻ്റെ ലക്ഷണം 12 മസജം സതം തഗുരുവും ശാർദൂല വിക്രീഡിതം. 12 മസജം സതം തഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണ് ശാർദൂല വിക്രീഡിതത്തിൻ്റെ ലക്ഷണം. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലത് ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്ഫർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇതിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കുക. സൂര്യസ്ഫർദ്ധി കിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ, അതായത് സൂര്യബിംബത്തെക്കാളും ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, ദയ കവിഞ്ഞൊഴുകുന്ന കാരുണ്യാകുല നേത്രം, കാരുണ്യം ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, കുളിർമയുള്ള പുഞ്ചിരിയുടെ പ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന കുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ, മകരമീനിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്ന മണി, അതുപോലെ വനമാല, മുത്തുമാലകൾ, ശ്രീവത്സം എന്നിവയാൽ പ്രകാശിക്കുന്ന ആ കഴുത്ത്. വനമാല എന്ന് പറഞ്ഞാൽ ഈ കായാമ്പൂ, അതായത് കടമ്പിൻ പൂവും അതുപോലെ തന്നെ എല്ലാ ഋതുക്കളിലും പൂക്കളും തളിരുകളിലും ഇടകലർത്തി ഈ നടുക്ക് കടമ്പിൻ പൂവ് ചേർത്തുണ്ടാക്കുന്ന, അത് ഉടനീളം ഇങ്ങനെ ആവാതെ ചൂടെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന മാലയാണ് ഈ വനമാല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ത്വദ്രൂപം, അവിടുത്തെ ഈ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ഠ രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഗുരുവായൂരപ്പനെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യബിംബത്തെക്കാളും ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, കുളിർമയുള്ള പുഞ്ചിരിയുടെ പ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ, കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും, അതുപോലെ വനമാല, മുത്തുമാലകൾ, ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന സാക്ഷാൽ ശ്രീ വൈകുണ്ഠ വിഗ്രഹത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നാമത്തെ പദ്യം കൊണ്ട് ഈ ഭാഗവത് രൂപത്തിൻ്റെ ഈ ശിരോഭാഗമാണ് ഇപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ശ്ലോകത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് താഴോട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത
ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ഇവിടെ കേയൂരം അംഗദങ്ങൾ, അതുപോലെ തന്നെ ഈ ശ്രേഷ്ഠങ്ങളായ മറ്റ് അങ്കുലിയം, അംഗദം, അങ്കുലിയം, ഇവ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നത് ചുമൽ ഭാഗത്ത് നിന്ന്, അതായത് ചുമൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് കയ്യിലണിയുന്ന ആഭരണങ്ങളെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കേയൂര, അംഗദം, അങ്കുലീയം. ഇത് വിരൽ വരെ ആ ക്രമത്തിലാണ്. കേയൂര ഏറ്റവും മുകളിൽ, അതിന് താഴെ അംഗദം, അങ്കുലീയം. ഇനി ഈ അംഗദം എന്ന വാക്കിന് നമ്മുടെ മലയാളത്തിൽ ഈ പരുത്തിക്കാമണി എന്ന് പറയും. അതിന് ആ ആകൃതിയിലുള്ളതാണത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. രത്നാങ്കുലിയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗദാ ശങ്കാരി പങ്കേരും. അതുപോലെ തന്നെ 4 തൃക്കൈകളിലും ശംഖ്, ചക്രം, ഗദ, താമരപ്പൂ ഇവയെ കൊണ്ട് ശോഭിക്കുന്നുണ്ട്. അതുപോലെ ആഭരണങ്ങൾ കൂടാതെ ഈ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂ ഇവ കൊണ്ട് ശോഭിക്കുന്ന കൈകളോടുകൂടിയത്. ഇനി താഴോട്ട് വന്നാൽ പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പട്ടുടയാട, നല്ല വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തി നിർമ്മലമായ താമരപ്പൂ പോലെയുള്ള തൃപ്പാദങ്ങളോടുകൂടി ആർത്തിച്ഛിതം, ആ ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന, നശിപ്പിക്കുന്നതുമായ കാഞ്ചിത്, വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത മഹത്വമേറിയതാണ് അവിടുത്തെ രൂപം എന്നാണ്. തവ, അവിടുത്തെ, അതായത് ഗുരുവായൂരപ്പൻ്റെ മൂർത്തിം അഹം ആലംബേ, അഹം ഞാൻ, ആ സ്വരൂപത്തെ, അവിടുത്തെ ആ മൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇതിൽ ആലംബേ എന്ന് പറയുന്നത് കൊണ്ട് ഈ അതുപോലെ തന്നെ ത്വദ്രൂപം ഭജേ എന്ന് പറയുന്നുണ്ട് അല്ലേ. ത്വദ്രൂപം ഭജേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇത് ധ്യാന ശ്ലോകമായിട്ടും ചിലരൊക്കെ പാടി കേൾക്കാറുണ്ട്. ആലംബേ വിമലാംബുജദ്യുതിപദാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനോഹരമായ താമര, നിർമ്മലമായ അംബുജം താമര, ദ്യുതി ശോഭയുള്ള ആ താമരപ്പൂ പോലെ നിർമ്മലമായ പാദങ്ങളുള്ള അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരണം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം ഈ ശരിക്കും ഈ ഭക്തിയുടെ അങ്ങേയറ്റത്താണ് അദ്ദേഹം ഇത് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം രോഗപീഡിതനാണെന്നും ആ രോഗാവസ്ഥയിൽ, ഇതിപ്പം രണ്ടാമത്തെ ശ്ലോകം 2ാമത്തെ ദിവസമാണ് എഴുതുന്നത്. ഇനി 2ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം നേരിട്ട് സംവദിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. അത് നമുക്ക് അവസാനത്തെ ശ്ലോകം വരുമ്പോൾ അറിയാം. ഇനി 3ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. വിഭു എന്ന വാക്ക്, അതായത് സർവവ്യാപി എന്ന് വിഷ്ണു, സർവശക്തൻ എന്ന വാക്ക് വിഭോ എന്ന് വിളിച്ചിരിക്കുന്നത് സർവശക്തനും, വിഷ്ണു എന്ന് വിളിച്ച് ആ വാക്കിൻ്റെ അർത്ഥം സർവവ്യാപി എന്നുമാണ്. ഇങ്ങനെ സംബോധന ചെയ്തിരിക്കുന്നതിനാൽ എവിടെയും നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ ആ എവിടെയും നിറഞ്ഞിരിക്കുന്ന ആ രൂപത്തിനെ കണ്ടെത്തുവാൻ ഒരു പ്രയാസം ഉണ്ടാകുകയില്ല. സർവശക്തനായതിനാൽ നമുക്ക്
എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്നവനായിട്ടും ഇരിക്കും. അതായത് അന്തര്യാമിയാണ് അദ്ദേഹം, കഴിയുമെന്ന് നമ്മളെ ഭട്ടതിരിപ്പാട് ബോധിപ്പിക്കുകയാണ് ഈ ശ്ലോകം വഴി. അല്ലയോ സർവ്വവ്യാപിയായ ഭഗവാനെ, യാതൊരു വസ്തു ഈ 3 ലോകത്തിലും ഏറ്റവും പൂജ്യമായതിൽ വച്ച്, അതായത് ഏറ്റവും പൂജ്യമായതിൽ വെച്ച് പൂജ്യം, ഏറ്റവും മോഹനമായതിൽ വെച്ച് സമ്മോഹനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏറ്റവും മാധുര്യമുള്ള ആ മധുരത്തിൻ്റെ സത്ത്, അതിനേക്കാൾ ഏറ്റവും മാധുര്യമുള്ളത്, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് പറഞ്ഞ എല്ലാ സൗന്ദര്യമുള്ള വസ്തുക്കളിനേക്കാളും സൗന്ദര്യമുള്ളത്. അങ്ങനെ എല്ലാത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും സുന്ദരം. അതുപോലെ തന്നെ ആയവയിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായത്. അങ്ങനെ ആയിരിക്കുന്ന ഏത് വസ്തുവാണോ അത് ഈ അവിടുത്തെ വിഗ്രഹം തന്നെയാണ്. ഹേ വിഷ്ണു, ഹേ വിഭോ, അതായത് അല്ലയോ സർവ്വവ്യാപിയായ ഗുരുവായൂരപ്പ, സർവശക്തനായ ഗുരുവായൂരപ്പ, ലോകത്തിൽ ആർക്ക് തന്നെ അവിടുത്തെ ഈ മനോഹര രൂപം ആരിൽ തന്നെ കൗതുകം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരിലും കൗതുകം വളർത്തുന്നു. അല്ലെങ്കിൽ ഇത് ഈ മോഹനരൂപം കൗതുകപ്രദം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് സമർത്ഥിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. 4ാമത്തെ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 ലോകങ്ങളിലും അതിശയകരമായിരിക്കുന്ന ഈ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ ഈ വിഗ്രഹം കൗതുകപ്രദമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി 3ാമത്തെ ശ്ലോകത്തിൽ. ഇനി 4, 5 ശ്ലോകങ്ങളിലായിട്ട് അത് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും വിശേഷമായിട്ട് എല്ലാവരിലും വിശേഷമായിട്ട് കൗതുകം ഉണർത്തുന്നതാണ് എന്ന് തന്നെ. അത് നമുക്ക് നോക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വഭി തേനാസ്യ ബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാത് അചാബലബലാച്ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യ ബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാത് അചാബലബലാച്ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം, അതായത് അനുഭൂതി, ആ കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആനന്ദം നിറഞ്ഞ ആനന്ദമയമായ ഒരു അനുഭൂതി ഉണ്ടാകും. അതുപോലെ തന്നെ ആ വിഗ്രഹം കാണുമ്പോൾ അവിടുത്തെ ആ വിഗ്രഹം അങ്ങനെയുള്ള ആ വിഗ്രഹം, ആ രൂപം കയ്യിൽ കിട്ടിയിട്ട്, ആ മാറിടത്തിൽ വസിപ്പാൻ അവസരം കിട്ടിയിട്ട്, സമ്പദ് സ്വരൂപിണിയായ ശ്രീദേവി, അതായത് ലക്ഷ്മി ദേവിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങയിൽ കൂടുതൽ അനുരക്തയായിരിക്കുന്നു. തന്മൂലം ആ ലക്ഷ്മി ദേവി ഈ സ്വന്തം ഭക്തന്മാരുടെ അടുത്തേക്ക് പോലും പോകാറില്ല. അതായത് അവിടുത്തെ കൂടെ തന്നെയാണ് ഏത് നേരത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി ദേവി, ഐശ്വര്യദേവിയാണ്, ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോലും പോകാതെ അവിടുത്തെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സർവശക്തനും ച്യുതിയില്ലാത്തവൻ, ച്യുതി നാശമാണ്, ച്യുതിയില്ലാത്തവനുമായ ഭഗവാനെ, അതുകൊണ്ട് ഈ ലക്ഷ്മി ദേവിക്ക് അവിടുത്തെ ഈ സൗന്ദര്യത്തിലുള്ളവായിട്ടുള്ള അതുകൊണ്ടുണ്ടായിട്ടുള്ള ആ അനുരാഗം കൊണ്ട്, ചാവല്യമില്ലായ്മയുടെ ശക്തി മൂലം, അതായത് സ്ത്രീ ചഞ്ചലചിത്തയാണ്, ചപലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ചപലയാണെന്നൊരു അപവാദം ഉയർന്നു വന്നിരിക്കുന്നു. അത് വൈരുദ്ധ്യം തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ചപലയല്ല, ചഞ്ചലചിത്തയല്ല. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വൈരുദ്ധ്യമല്ലേ, അത് കഷ്ടമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അതായത് ഈ ത്രിലോകാതിശായിയായ ഈ ഭഗവത് സ്വരൂപം, എല്ലാവരിലും കൗതുകം ഉണർത്തുന്ന ഈ ഭഗവത് സ്വരൂപം, ഈ വിഗ്രഹം കൈവന്നിട്ട്, അതായത് ഭർത്താവായി ശ്രീ ലക്ഷ്മി ദേവിക്ക് കിട്ടിയിരിക്കുന്നു. അവിടുത്തെ മാറിടത്തിൽ അധിവസിക്കാനുള്ള ഈ അവസരം കൈവന്നിട്ട് ഈ സമ്പദ് സ്വരൂപിണിയായ ഈ ശ്രീദേവി, അതായത് ഐശ്വര്യലക്ഷ്മി, അങ്ങയിൽ കൂടുതൽ അനുരക്തയായിരിക്കുന്നു. അതുമൂലം അവിടുത്തെ വിട്ടുപോരാനുള്ള മടി കൊണ്ടാണ് അവൾ ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം തങ്ങാറില്ല. സർവശക്തനും നാശമില്ലാത്തവനുമായ ഭഗവാനെ, ഇവൾക്ക്, ഈ ലക്ഷ്മി ദേവിക്ക് അവിടുത്തെ രൂപലാവണ്യത്തിൽ ഉളവായിട്ടുള്ള ഈ അനുരാഗം എന്ന ചാബല്യമില്ലായ്മയുടെ ശക്തി
മൂലം. അതായത് ഇത് ചപലയാണെന്നുള്ള ശക്തി ചപല ആണെന്ന് ഒരു അപവാദം ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ, ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ എന്ന് ഭട്ടതിരിപ്പാട് ചോദിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇനി അടുത്ത 5-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. 5-ാമത്തെ ശ്ലോകത്തിൽ ലക്ഷ്മീസ്താവക രാമണീയ ഹൃദയവേയം പരേഷ്വസ്ഥിരേ. ലക്ഷ്മീസ്താവക രാമണീയക ഹൃദയവേയം പരേഷ്വസ്ഥിരേത് അത്യസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാത് സ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ. ലക്ഷ്മീസ്താവക രാമണീയക ഹൃദയവേയം പരേഷ്വസ്ഥിരേത് അത്യസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാത് സ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ. ലക്ഷ്മി, ഹേ ലക്ഷ്മീപദേ, ലക്ഷ്മീ വല്ലഭ, ശ്രീവല്ലഭ, ലക്ഷ്മീപദേ എന്ന് വിളിച്ചു പറയുകയാണ്. ഈയം ലക്ഷ്മി, ഈ ലക്ഷ്മീ ദേവി താവക രാമണീയക ഹൃദ ഏവ, അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്, മറ്റു ഭക്തന്മാരിൽ. ഇതി അസ്മിൻ എന്നതിന് അന്യത് പ്രമാണം അപി, ഇനിയൊരു പ്രമാണം കൂടി ഞാനിപ്പോൾ തന്നെ പറയാം എന്ന് പറയുകയാണ്. അധുന അഹം വക്ഷ്യാമി, ഞാനിപ്പോൾ തന്നെ അഹം ഞാൻ പറയാം. ഏ ജനാഹ, ഏതാളുകളാണോ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹ ഹി ഭക്താഹ, ഇനി അവിടുത്തെ ധ്യാനത്തിലും അവിടുത്തെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് അവിടുത്തെ ഭക്തന്മാരായിരിക്കുന്നു. അതായത് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചും ഈ ഗുരുവായൂരപ്പൻ്റെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തിയും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭക്തജനങ്ങൾ, അവരിൽ ഇവൾക്ക് കൂടുതലായിട്ട് പ്രിയം തോന്നും ഈ ലക്ഷ്മി ദേവിക്ക്. സ്വന്തം ഭർത്താവിൻ്റെ ഗുണഗണങ്ങളല്ലേ പാടി കേൾപ്പിക്കുന്നത്. തേഷു യേഷാദൈത പ്രസ്താവദത്താദര, അങ്ങനെയുള്ളവരിൽ അങ്ങയുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ, അങ്ങയുടെ വാർത്ത കേൾക്കുമ്പോൾ, അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നവളായിട്ട് ആ ഭക്തന്മാരിൽ ഇവള് പറ്റിച്ചേർന്ന് വിട്ടുപോരാതെ നിൽക്കുന്നു. തേഷ്വേഷ വസതി, അവരിൽ ചിലർ ഇങ്ങനെ ധ്യാനത്തിലും അതുപോലെ കീർത്തനത്തിലുമായിട്ട് പാടിപ്പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ ഈ ലക്ഷ്മി ദേവി അവരിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നു, അവരെ വിട്ടുപോരാൻ മടി കാണിക്കുന്നു, അവിടുത്തെ സ്തുതി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മീപതേ എന്ന് പറയുന്നു, ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി, ലക്ഷ്മീപതിയാണ്. ഈ ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ് ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. ഏവം ഭൂതമനോജ്ഞതാനവസുധാനിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരജിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. ഏവം ഭൂതമനോജ്ഞതാനവസുധാനിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരജിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇതിൻ്റെ അർത്ഥം, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന ഈ പുതിയ അമൃതത്തിൻ്റെ ഉറവിടം, അതുപോലെ പരബ്രഹ്മം ആകുന്ന ആ അവിടുത്തെ അമൃതരസം, ഈ അമൃതാനന്ദ അതായത് അമൃതരസമാകുന്ന ഈ പുതിയ അമൃതിൻ്റെ ഉറവിടം, ഈ പരബ്രഹ്മരസായനം, അതുപോലെ തന്നെ മനോഹരമാണ് അങ്ങയുടെ സ്വരൂപം. ഇവിടെ ഈ ഭഗവത് രൂപം ഇങ്ങനെ അങ്ങനെ വർണ്ണിക്കുമ്പോൾ തന്നെ ഭക്തി സ്വയം ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതുപോലെ അങ്ങയുടെ ഈ സ്വരൂപം
കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും മതിപ്പിക്കുകയും, അതായത് ആനന്ദത്തിൽ ആറാടിക്കുകയും, അതുപോലെ ദേഹം മുഴുവനും രോമാഞ്ചമണിഞ്ഞ് ഇങ്ങനെ അടക്കാനാകാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീരിൽ, ഇങ്ങനെ കുളിർന്ന കണ്ണുനീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും അവിടുത്തെ ആ പൂർവ്വരൂപത്തെ ആനന്ദ ബാഷ്പം, പുളകം മുതലായ ഇതൊക്കെ ബാഹ്യമായിട്ട് നമുക്കുണ്ടാകുന്ന അനുഭൂതികളാണ്. ഉത്തമ ഭക്തിയുടെ സ്വരൂപമാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഭാഗവതത്തിൽ ഭക്തിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 6 വിധത്തിലുള്ള ഭക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിഗമനം, ഉപാദാനം, വിദ്യ, യോഗം, ഉപാസന ഇവ മൂലം ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജ്ഞാനാമൃത സാഗരത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത് സ്മരണം, കീർത്തനം, വന്ദനം, അർച്ചനം, പാദസേവനം, ആത്മനിവേദനം എന്നിങ്ങനെ 6 വിധം ഭക്തിയെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ തുളസീദാസിൻ്റെ രാമായണത്തിലും പിന്നീട് ഭാഗവതകാരനൊക്കെ പറഞ്ഞിരിക്കുന്ന നവധാ ഭക്തിയെ 9 വിധം ഭക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഈ 6 ഭക്തിയുടെ കൂടെ തന്നെ അദ്ദേഹം 3 ഭക്തിയും കൂടെ കൂട്ടിച്ചേർത്തു. അതായത് ശ്രവണം, ദാസ്യം, സഖ്യം, സഖാവ് അതായത് സുഹൃത്ത് എന്നുള്ള ഭാവത്തിലുള്ള ഭക്തി. അതുപോലെ ദാസ്യം എന്ന് പറഞ്ഞാൽ ദാസനായിട്ട് ഉള്ള ഭക്തി. ശ്രവണം കേൾക്കുന്നത്, കീർത്തനം കേൾക്കുന്നത്, നമ്മൾ പറയുന്നത് പോലെ ഇത് കേൾക്കുന്നതെല്ലാം ഭക്തിയാണ്. ഈ ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പം നാരദൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തി ഈശ്വരനോടുള്ള ഏകാന്ത പ്രേമസ്വരൂപമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മുടെ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്ന ഭക്തിയുടെ മഹത്വത്തിനെ തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ശ്രവണം, മനനം തുടങ്ങിയ പൂർവ്വരൂപത്തെ ആനന്ദബാഷ്പം, അതുപോലെ കണ്ണുനീരിൽ, കുളിർന്ന കണ്ണുനീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ഈ രൂപം ശ്രദ്ധിക്കുമ്പോൾ തന്നെ, അതായത് കേൾക്കുന്നവരുടെ മനസ്സിനെ, അവിടുത്തെ ശ്ലോകങ്ങൾ, അവിടുത്തെ കഥകൾ, അവിടുത്തെ മഹിമകൾ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ മതിപ്പിക്കുകയും ആനന്ദത്തിൽ ആറാടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഭക്തിയുടെ മഹത്വമാണ് ഈ 6ഉം 7ഉം ശ്ലോകത്തിൽ. ഈ ശ്ലോകം, ഈ ദശകം, ഈ 2ാമത്തെ ദശകം മുഴുവനും ഏതാണ്ട് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. 7ാമത്തെ ശ്ലോകത്തിൽ ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഈ 7ാമത്തെ ശ്ലോകത്തിലും 8ാമത്തെ ശ്ലോകത്തിലും 9ാമത്തെ ശ്ലോകത്തിലും ഇനി അത് കഴിഞ്ഞ് 10ാമത്തെ ശ്ലോകത്തിലും, അതായത് ഈ ദശകത്തിൽ ഇനിയുള്ള 4 ശ്ലോകങ്ങളിലും ഈ ഭഗവത് രൂപത്തിൻ്റെ, അതായത് ആ ഭക്തിയുടെ മേന്മ വെളിവാക്കുന്ന ശ്ലോകങ്ങളാണ് അടുത്ത ഇതിലെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഭഗവത് രൂപത്തിൻ്റെ ശ്രവണം, മനനം ഇവ കൊണ്ട് മനസ്സിന് ആർദ്രത എന്ന അനുഭൂതി കൈവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാതെ ഇവിടെ ഏവം ഭൂതതയാഹി എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവത് രൂപ ശ്രവണം, മനനം ഇവ കൊണ്ട് ഈ മനസ്സിന് ആർദ്രത കൈവരികയും ആ അനുഭൂതി സംജാതമായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആ ആർദ്രത കൈവരുന്നത് കൊണ്ടും ആ അനുഭൂതി കൈവരുന്നത് കൊണ്ടും തന്നെയാണ് ഈ വ്യാസൻ, നാരദൻ തുടങ്ങിയ യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന, അതായത് ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മോക്ഷത്തിൽ, അതായത് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗങ്ങളാണിവയെല്ലാം. ഇതിൽ കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ഭക്തിയോഗം എന്നാണ് വ്യാസനും നാരദനും അങ്ങനെ ഇവരെ പോലെയുള്ള യോഗീശ്വരന്മാർ ഗീയതയെ പാടിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. മറ്റ് 2 തരം ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗങ്ങളെക്കാളും, അതായത് കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും
അത്യുത്തമമാണ്, ശ്രേഷ്ഠമാണ് എന്ന് വ്യാസൻ, നാരദൻ തുടങ്ങിയ യോഗീശ്വരന്മാർ പാടിപ്പുകഴ്ത്തിപ്പോരുന്നു എന്ന്. ഹേ രമാവല്ലഭ, രമയുടെ വല്ലഭനാരാണ്? ശ്രീദേവി. രമാവല്ലഭ, പ്രിയതമനായ ഭഗവാനെ, സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടുകൂടിയ നിന്തിരുവടി, അവിടുന്ന് പരമപ്രീതിരൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം തന്നെ ഒരു ശ്രമവും കൂടാതെ സ്വാഭാവികമായി കൈവരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ചിലരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഭക്തി കൈവരിക്കുന്നത്. ഹേ രമാവല്ലഭ, ശ്രീവല്ലഭ, ലക്ഷ്മീപദേ, സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ അവിടുന്ന് ഈ പരമപ്രീതിരൂപമായ ഭക്തി, ഈ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗമായിട്ടാണ്, സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ വളരെ സ്വാഭാവികമായി തന്നെ ഈ ഭക്തി കൈവരുന്നതുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്രീയും മനസ്സും ഏതാണ്ട് ഒരേ തരക്കാരാണെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. അതായത് ചാവല്യത്തിൻ്റെ കാര്യത്തിൽ, ചപലതയുടെ കാര്യത്തിൽ, അതായത് ഈ ഭൂമിയിൽ ചഞ്ചലയാണ് സ്ത്രീ, അതുപോലെ തന്നെ ഐശ്വര്യം, ശ്രീയും ചഞ്ചലയാണെന്ന് നമ്മൾ കവിതകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ഐശ്വര്യം ലക്ഷ്മിക്ക് പ്രിയങ്കരമാണ്, അത് ഭഗവത് രൂപം. മനസ്സിനും അതുപോലെ തന്നെ, മനസ്സിനും അങ്ങനെ പ്രിയങ്കരമാവാതെ വരത്തില്ല. അപ്പോൾ അല്ലേ, രമാവല്ലഭ എന്ന വിളിയിൽ അത് തന്നെയാണ് ദ്യോതിപ്പിച്ചിരിക്കുന്നത്. ഈ രമയുടെ വല്ലഭനാണ് രമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രീതികരമായത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. യാദൃച്ഛികമായിട്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു പോകാനിടയായാൽ നമ്മളെല്ലാം അതിൽ ആ വിഗ്രഹത്തിൽ അവിടുത്തെ ആ പ്രഭയിലും മോഹിച്ച്, ഏതൊരു മനുഷ്യരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, അറിയാതെ തന്നെ ഒരു സംതൃപ്തി കൈവരികയും അതുപോലെ തന്നെ ഭക്തി ഇല്ലാത്തവർക്ക് പോലും ഒരു ഭക്തി ഉണ്ടാവുകയും അവിടെ ആ ഭഗവത് ഭക്തന്മാരായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ഈ ശ്ലോകത്തിലൊരു സൂചനയുണ്ടെന്ന് തോന്നുന്നുണ്ട് വായിക്കുമ്പോൾ, അല്ലേ? അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും വളരെ പ്രീതികരമായിട്ട് ആ ഭഗവത് ഭക്തിയിൽ ഇങ്ങനെ ആറാടി യാദൃച്ഛികമായിട്ടൊന്ന് കണ്ടാൽ മതി നമ്മൾ ഭഗവാന്റെ അടിമകളായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുന്നുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷത് ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷത് ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഇവിടെ നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം, ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്ന, ആ കർമ്മം ചെയ്യുന്നതിനെയാണ് ഇവിടെ ആ സ്വധർമാനുഷ്ഠാനം, ധർമ്മത്തിൻ്റെ ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് നമ്മൾ കർമ്മം ചെയ്യുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂ മാതേ സങ്കോസ്ഥു കർമ്മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, ഫലം ആഗ്രഹിക്കാൻ അധികാരമില്ല. ഇനി ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ കർമ്മം ഉപേക്ഷിക്കാനും പാടില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിഷ്കാമകർമ്മം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികമായിട്ട്, അതായത് വിധിപ്രകാരമുള്ള നമ്മുടെ സ്വന്തം ധർമാനുഷ്ഠാനം എന്ന നിലയ്ക്ക് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതിനെയാണ് കർമ്മയോഗമെന്ന് പറയപ്പെടുന്നത് തന്നെ. അത് പക്ഷേ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം വളരെ കാലം കഴിഞ്ഞ്, അതായത് അത് ദൂരേത്യ ഫലം എന്ന് പറഞ്ഞാൽ വളരെ കാലം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അതായത് കാലാന്തരത്തിൽ മാത്രം വന്നു ചേരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ ഒന്നും അതിൻ്റെ ഫലം കിട്ടുകയില്ല. പിന്നെ ഉപനിഷത്തുകളിൽ പുനഃ യത് ഔപനിഷത ജ്ഞാനോപലഭ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ തത്വജ്ഞാനമെന്ന ആ യോഗമാവട്ടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രത്യക്ഷമല്ല. അത് എളുപ്പം മനസ്സിന്
പിടികിട്ടാൻ പ്രയാസമേറിയതുമാണ്. അങ്ങനെയുള്ള ജ്ഞാനയോഗം ഇത് ഹേ വിഭോ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ഈ പ്രേമാത്മകമായ ഭക്തി തന്നെയാണ് എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ കർമ്മയോഗത്തിനെയും അതുപോലെ തന്നെ ജ്ഞാനയോഗത്തിനെയും കാൾ ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയോഗമാണ് എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇവിടെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ താമസിച്ചേ ലഭിക്കുകയുള്ളൂ. തദ്ദൂരേത്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാകട്ടെ നമുക്ക് സുദുർഗമതരം, അതായത് കിട്ടാൻ വളരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ളത് ഭക്തിയോഗമാണ്. അവിടത്തെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് ഏറ്റവും മധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ശ്ലോകത്തിൽ. ഇനി അടുത്ത ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാൻ ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവത ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അത്യായാസകരാണി കർമ്മപടലാൻ ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ ബഭു ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇവിടെ ചിലർ വളരെയധികം ബുദ്ധിമുട്ടി കർമ്മങ്ങളെല്ലാം ചെയ്ത് മനഃശുദ്ധി കൈവന്നവരായിട്ട് അതുപോലെ ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ കർമ്മയോഗത്തിനോ ഭക്തിയോഗത്തിനോ ഒക്കെ യോഗ്യതയുള്ളവരായിട്ട് തീരും. അതായത് ഭക്തിയിലേക്കുള്ള ഭക്തിമാർഗത്തിലേക്കുള്ള വഴിയായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടെ കർമ്മയോഗം വന്നു കഴിഞ്ഞു. അങ്ങനെ മനഃശുദ്ധി നേടി ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായിട്ട് തീരുകയാണ്. ഇനി ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുകൊണ്ട് തന്നെ ഫലം എന്താണ് ഫലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭക്തിയോഗത്തിന് യോഗ്യതയുള്ളവരായി തീർന്നത് കൊണ്ട് എന്ത് ഫലം? വേറെ ചിലർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ യുക്തി ചിന്ത കൊണ്ടൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിട്ട് ഇങ്ങനെ മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ രൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെടുത്ത് മോക്ഷം പ്രാപിക്കുന്നു. ഇനി കർമ്മ മാർഗത്തിൽ ഈ കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നുള്ളൂ. അതിൻ്റെ കർമാനുഷ്ഠാനം കൊണ്ട് നമ്മൾ വായിച്ചു അതിൻ്റെ ഫലം വളരെ താമസിച്ചേ കിട്ടുള്ളൂ എന്ന്. അതുപോലെ ഈ കർമാനുഷ്ഠാനം കൊണ്ട് രാഗം ദ്വേഷം മുതലായവയില്ലാതെ ഈ മനസ്സ് ശുദ്ധമായാൽ തന്നെ ജ്ഞാനയോഗത്തിന് പാത്രമാകുമോ എന്നുള്ള സംശയമുണ്ട്. ചിലർ ജ്ഞാനയോഗത്തിന് അധികാരികളാകുന്നുണ്ട്, അതായത് പാത്രമാകുന്നുണ്ട്. ഭക്തിയോഗത്തിനും അത് സഹായകമായി ഭവിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ഭക്തന് മനഃശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരുമെന്നൊന്നുമില്ല. അതായത് ഭഗവത് ഭക്തിക്ക് നിഷ്കാമകർമ്മം, അതായത് ഭക്തന് മനസ്സ് ശുദ്ധമായിരുന്നാൽ മാത്രം മതി. കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി കൈവരുത്താതെ നേരെ ചിലർ സന്യാസം സ്വീകരിക്കും. അവരാട്ടെ ഈ വേദാന്ത ചിന്ത കൊണ്ട് നിർഗുണ ബ്രഹ്മോപാസനം വഴിയായിട്ട് അനേക ജന്മങ്ങളെടുത്ത് മുക്തി നേടുന്നുമുണ്ട്. ഇങ്ങനെ കർമ്മജ്ഞാന യോഗങ്ങൾ, അതായത് കർമ്മയോഗം വളരെ താമസിച്ച് ഫലം കിട്ടുന്നതും അതുപോലെ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ് മനസ്സിലാക്കാൻ. അങ്ങനെ ആകയാൽ ഈ സാധാരണക്കാർക്ക് അത് രണ്ടും അപ്രാപ്യമാണ്. അതായത് അവർക്കത് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്തി ആണ് ഏറ്റവും എളുപ്പം, വളരെ പെട്ടെന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ ശ്രേയസ്കരവുമായിട്ടുള്ളതെന്ന് വീണ്ടും സമർത്ഥിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇനി അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകമാണ്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജ്ജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്ഥന്വതി സദ്യസിദ്ധികരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാം ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജ്ജരി
നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്ഥന്വതി സദ്യസിദ്ധികരി ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. ഇവിടെ വാതാലയാധീശ്വരൻ, വാതാലയം എന്ന് നമ്മൾ ഗുരുവായൂരപ്പ എന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ഇവിടെ വാതാലയം എന്ന് പറഞ്ഞാൽ ശരീരമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അധീശ്വരൻ ഭഗവാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം സർവവ്യാപിയും സർവാന്തര്യാമിയുമാകയാൽ ഏത് വസ്തുവിലുള്ള പ്രീതിയും ഭഗവത് പ്രേമമാണ്. ഈ മനസ്സിന് പ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു. അവിടെ എല്ലാം ഭഗവാനായി കാണാനുള്ള കഴിവാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഭഗവത് ഭക്തി എന്തും ഭഗവന്മയമാണെന്ന് കണ്ട് ആരാധിക്കാനും അങ്ങനെ ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആനന്ദിക്കുവാനുള്ള കഴിവ് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തനിക്ക് നൽകണമെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഈ ദശകത്തിൽ മാത്രമാണ് എന്ന് തോന്നുന്നു. ഈ ദശകത്തിൽ ഭട്ടതിരി ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഭഗവാനെ സംബോധന ചെയ്തിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവത് ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിനുള്ള ആ രസമാകുന്ന അമൃതപ്രവാഹത്തിൽ ആ നിർജ്ജരി എന്ന് പറഞ്ഞിരിക്കുന്ന കഥാരസാമൃതജ്ജരി എന്ന് പറഞ്ഞിരിക്കുന്ന കഥാരസ ആ കഥ കേൾക്കുമ്പോഴുണ്ടാകുന്ന രസമാകുന്ന അമൃതപ്രവാഹത്തിൽ നമ്മളെല്ലാവരും മുഴുകിപ്പോകുന്നതിനാൽ താനെ വന്നു ചേരും എന്നാണ് ഭഗവത് ഭക്തി. അതുപോലെ തന്നെ ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ പ്രയാസം കൂടാതെ കിട്ടുന്നതിനായിട്ട്, അതായത് ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോകുന്നതായിട്ടും ഇങ്ങനെ വിജയിച്ചരുളുന്നു. ജയതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ, തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്ന് മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണേ. ഈ ഭഗവത് ഭക്തിയാകട്ടെ ഭഗവാന്റെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന രസമാകുന്ന ഈ അമൃതപ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനെ വന്നു ചേരുന്നതും, അതുപോലെ ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ പ്രയാസം കൂടാതെ എളുപ്പത്തിൽ അറിയുന്നതിനും അതുവഴി ക്ഷണത്തിൽ മുക്തി നേടുവാൻ പറ്റുന്നതുമായി വിജയിച്ചരുളുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സർവശക്തനായ ഗുരുവായൂരപ്പ, ഹേ വിഭോ, അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള ഈ പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്ന് മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ഭഗവത് കഥാസാരത്തിൽ മുഴുകുന്ന മനസ്സിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാലിന്യങ്ങളകന്ന് ശുദ്ധി കിട്ടുന്നതിനാൽ തത്വജ്ഞാനോദയം വേഗത്തിൽ ഉണ്ടാകും. അതായത് നമുക്ക് ആ തത്വജ്ഞാനോദയം കൈവരിക്കാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുമൂലം നമുക്ക് മോക്ഷം ലഭിക്കും. അങ്ങനെ ചെയ്യുന്നതിനാൽ കർമ്മമാർഗം, അതായത് കർമ്മമാർഗവും ജ്ഞാനമാർഗവും, കർമ്മയോഗവും ജ്ഞാനയോഗത്തിനും നമ്മൾ അധികാരികളായി മാറും. അതുവഴി നമുക്ക് ഭക്തിമാർഗം ശ്രേഷ്ഠമാണെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് കർമ്മ യോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും എളുപ്പം നമുക്ക് ഭക്തി മാർഗം നമുക്ക് കിട്ടും, മോക്ഷം കിട്ടും. അതുകൊണ്ട് ആ ഭക്തിമാർഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഇവിടെ ആ ജയതി എന്ന ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഇനി ആ ലൈൻ ഞാൻ ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ വായിക്കാതെ. ഇവിടെ സിദ്ധ്യന്തി വിമല ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജ്ജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്ഥന്വതി സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.